ചലച്ചിത്രകാരൻ ബാലചന്ദ്ര മേനോൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. എൻ്റെ ഊർജം ചോർന്നു പോയിട്ടില്ല, ഞാൻ സംവിധാനം ചെയ്യും എന്നും പറഞ്ഞാണ് ഈ മടങ്ങിവരവ്. പ്രതിബന്ധങ്ങളുടെ കടുത്ത യാതനകൾ മറികടന്ന് തിരിച്ചെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ബാലചന്ദ്ര മേനോന് ഊർജം തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, പണ്ട് കാലത്ത് ബാലചന്ദ്ര മേനോന്റെ ഊർജ്ജസ്വലതയെ പേടിച്ച് നടന്ന മഹാനടന്മാർ പോലും നാട്ടിലുണ്ടത്രേ. മമ്മൂട്ടിയുടെ കാര്യം തന്നെ എടുക്കുക. പണ്ട് ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അടുത്തു പോകാൻ പേടിയായിരുന്നു. ദേശം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സംവിധായകനാണ്. എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർക്ക് ദേഹത്ത് തൊട്ടും ഇടിച്ചും കുത്തിയും ഒക്കെയാണ് അദ്ദേഹം സംസാരിക്കുക. ഞാൻ മേനോനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ചെറിയച്ഛനുണ്ട്, അവിടെ മരിച്ചുപോയി. എൻ്റെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയത്. ഞാൻ എൻ്റെ ചെറിയച്ഛൻ്റെ ഓർമ്മ നിങ്ങൾ കാണുമ്പോൾ എനിക്കുണ്ടാകാറുണ്ടെന്ന് ഞാൻ മേനോനോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയച്ഛൻ്റെ പ്രായമുള്ള ആളല്ല, പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു രൂപത്തിൽ ഉള്ള ബാലചന്ദ്രനായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം വേണമെങ്കിൽ സ്ഥാപിച്ചെടുക്കാം. എന്നാൽ മമ്മൂട്ടിക്ക് നല്ല കാലം വരുന്ന ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ബാലചന്ദ്ര മേനോന്റെ ചാരിതാർത്ഥ്യം. പണ്ടൊരിക്കൽ അംബേദ്കർ എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകിയ ജൂറിയിൽ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ലോബി തന്നെ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവത്രേ. അന്നത്തെ ഉറച്ച നിലപാടിനെ കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്ര മേനോൻ വെളിപ്പെടുത്തുകയാണ്. ഞാൻ നാഷണൽ അവാർഡിൽ മെമ്പറായിരുന്ന വർഷം ഈ പറയാം, മമ്മൂട്ടി അന്ന് നമ്മുടെ അംബേദ്കറിൽ അഭിനയിച്ചിട്ട് മമ്മൂട്ടിയുടെ പേര് വന്നപ്പോഴേക്കും ഒരു ഗ്രൂപ്പ് അതിനെ എതിർത്തു. അത് അഭിനയമല്ല, ഡോക്യുമെന്റേഷൻ ഓഫ് എ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീറോടെ വാശിയോട് മമ്മൂട്ടിയോട് വാദിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, മമ്മൂട്ടിയുടെ ജാതകം കൊള്ളാം. മമ്മൂട്ടിയുടെ ജാതകം നല്ലതായതുകൊണ്ട് ആ സമയത്ത് എനിക്ക് മമ്മൂട്ടി സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. നമ്മുടെ ജാതകം മോശമാകുമ്പോൾ എല്ലാം തിരിഞ്ഞു വരും. അപ്പം ഇത്രയും കാലം നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതിസന്ധികളൊന്നും നേരിട്ടിട്ടുമില്ല. വന്ന പ്രതിസന്ധികളെ ലാഘവമായിട്ട് കൈകാര്യം ചെയ്യാൻ പടച്ചോന്നിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മാതിരി അതിജീവനമാണത്രേ മമ്മൂട്ടി നടത്തുന്നത്. ഇങ്ങനെ വാഴ്ത്തിവിടാൻ മാത്രം യഥാർത്ഥത്തിൽ ആരാണ് ഈ മമ്മൂട്ടി? ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരുപാട് പടങ്ങളിൽ അങ്ങേരോട് അഭിനയിച്ചിട്ടുള്ള പല ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ മമ്മൂട്ടിയെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. മമ്മൂട്ടി ഒരു സൗന്ദര്യാസ്വാദകനാണ്. മമ്മൂട്ടി ഒരു സുന്ദരനാണ്. ആ സൗന്ദര്യം കണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അസൂയുണ്ട്. പിന്നെ വല്ലപ്പോഴും മമ്മൂട്ടിക്ക് ഒരു അസൂയ തോന്നുന്നത് എന്നെ കാണുമ്പോഴാണ്. ഞാനൊരു നല്ല ഉടുപ്പിട്ടാ നിങ്ങളെന്താ ചെറുപ്പം പോകണം, വലിയ പ്രശ്നം അത്. അതായത് പുള്ളി ഒരു കാര്യം ഞാൻ ഈ സദസ്സിലേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം ഒരു പക്ഷേ ഇന്നുവരെ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല. ഞാനിടയ്ക്ക് സേഫ് എന്ന് പറഞ്ഞൊരു വിതരണ കമ്പനി എല്ലാവരും ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ താറുമാറായിപ്പോയി. ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായ ചുറ്റുപാടും ഒക്കെ പ്രശ്നമായിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് തൽക്കാലം കരകയറണമെങ്കിൽ ഒരു പടം വേണം. അപ്പോൾ എന്നോട് സമീപിച്ച ഒരാൾ മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ നമ്മളത് ചെയ്യാം എന്ന് പറഞ്ഞാൽ എനിക്ക് സമീപിക്കാവുന്ന ഏക ആൾ അദ്ദേഹമാണ്. ഞാനങ്ങനെ ഒരാളെൻ്റെ പോലും ഇന്ന് വരെ ഈ നിമിഷം വരെ സെറ്റിൽ പോയി കാത്തിരുന്ന കഥ പറഞ്ഞ് ഡേറ്റൊന്നും വാങ്ങിക്കാറില്ല. എനിക്ക് സാധിക്കാറില്ല, എന്നോട് പറ്റാറില്ല. മമ്മൂട്ടി പങ്കജിലുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളിച്ചു, എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു സംസാരിച്ചു. വളരെ തിരക്കിലാണ്, പക്ഷേ ഞാൻ നിങ്ങളെ വിളിച്ച് ഡേറ്റ് തരും എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു. അത് വളരെ അവ്യക്തമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഹി വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. പുള്ളിയുടെ ശബ്ദം പിന്നെ പുള്ളി 1-2 തവണ പങ്കജിൽ വന്ന് പോയതൊക്കെ എൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഞാനും അല്പം അഭിമാനയോട് വിളിച്ചു വന്നാൽ പോയില്ല. ഇടയ്ക്കും ഞാൻ വിളിച്ച് മോടി നടക്കുന്ന വല്ല കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എൻ്റെ സമയം കളയുന്നു പറഞ്ഞു. ഇല്ല, അത് ഞാൻ തീർച്ചയായും വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ പുള്ളി വിളിച്ചതിൻ്റെ പേരിൽ ഉരുത്തിരിഞ്ഞ സിനിമയാണ് നയം വ്യക്തമാക്കുമെന്ന് പറഞ്ഞ ചിത്രം. അത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് 15 ദിവസം ബാക്കിയുള്ളൂ. ഒരു 4 സിറ്റുവേഷൻ പറഞ്ഞു. പിന്നെ മമ്മൂട്ടിക്ക് ഭയങ്കര ഡ്രസ് കമ്പോൾ ആളാണ്. അപ്പോൾ എനിക്ക് ദൈവം അനുകൂലമായിട്ട് കഥാപാത്രം രാഷ്ട്രീയക്കാരനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഉടനെ ഒന്നും കയറി പച്ച ഷർട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ഒരു നല്ല 4-5 കഥറ് ഷർട്ടും മുണ്ടും വെച്ച് കൈ കൊടുത്ത് പുള്ളി മിണ്ടാതെ പോയി. നല്ല സുന്ദരിയായ ശാന്തി കൃഷ്ണനെ ഓപ്പോസിറ്റ് കൊടുത്തു. അന്ന് പുള്ളി എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞത്, മിസ്റ്റർ മേനോൻ, ഞാൻ പോകില്ല, അത് വേറെ കാര്യം, എങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ള സന്മനസ്സം ഉണ്ടായി. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, നിങ്ങളെപ്പോലൊരു ഡയറക്ടർ സെറ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വെച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളാണ്. എനിക്ക് അന്നാണ് മമ്മൂട്ടിയോടുള്ള ബന്ധത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടായത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു നിശബ്ദമായ ഒരു പ്രണയവും ഉണ്ട് എവിടേക്കോ. അതെവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കണക്കുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മോടെ കല്യാണത്തിന് ഞാൻ പോയാൽ എൻ്റെ മോടെ കല്യാണത്തിന് അദ്ദേഹം പോയി. കണക്ക് പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓർമ്മയുണ്ട്. അത് നോക്കി അളന്ന് നോക്കി വയ്ക്കാണ് വരും. അല്ല, ഞാൻ മമ്മൂട്ടി എൻ്റെ മകളായിരുന്നു പ്രതീക്ഷിച്ചില്ല. നോക്കിയപ്പോൾ കറക്റ്റായിട്ട് പുള്ളി വന്നു.
പുള്ളി സാധാരണ മേനെ ഇത്ര തിരിച്ചു വേണ്ടെന്ന് പറയുന്നതാണ്. നമുക്ക് കല്യാണം റാലി കെട്ടി കഴിഞ്ഞപ്പോൾ ബഹളം ഉണ്ടാക്കി ചാടി ചെയ്ത് കയറി സംഭവം അനുഗ്രഹിച്ചിട്ട് പോയി. അതാണ് ഷൂട്ടിനാണ്. തന്റെ നല്ല കാലത്ത് മമ്മൂട്ടിക്കും അതിന്റെ പങ്കു കൊടുക്കാൻ ബാലചന്ദ്ര മേനോന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഡേറ്റിനായി പിന്നാലെ പോകാവുന്നതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഡേറ്റ് കിട്ടാതിരിക്കില്ല. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് ഒളി ക്യാമറ. അപ്പം ക്യാമറ ഹെഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെ ക്യാമറ വെച്ചതെന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡമ്മി ക്യാമറകൾ ഒരു 200 എണ്ണം വെക്കുകയും